Hey guys, let's cook Vietnamese dish today. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വിയറ്റ്നാമീസ് ഡിഷ് ഇവിടുത്തെ ക്രൂസിൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ കാണാം. ഇപ്പം നമ്മളുള്ളത് വിയറ്റ്നാമിലെ ഹലോങ് ബേയിലെ ക്രൂസിലാണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ടൂർ ഗൈഡാണ് ഞങ്ങൾക്ക് ഇന്ന് വിയറ്റ്നാമീസ് സ്പെഷ്യൽ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളോടും ട്രൈ ചെയ്യാൻ ആൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവരുടെ സ്പെഷ്യൽ സ്പ്രിംഗ് റോൾ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. എല്ലാം ഇവർ വെജിറ്റബിൾസൊക്കെ റോ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ വെജീസും എഗ്ഗും ബാക്കിയെല്ലാം വെച്ചിട്ട് റൈസ് പേപ്പറിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫ്രൈഡ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് റോളും അവൈലബിൾ ആണ്. ഞങ്ങൾ രണ്ടും ഇവിടുന്ന് ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി എല്ലാവർക്കും ഫ്രൈഡ് ടൈപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവരെല്ലാത്തിലും ഫിഷ് സോസ് ഉപയോഗിക്കും. അത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. After rolling about twice or 3 times, I'll show you how to eat this because I'm hungry. So, I'm the tour guide. I have to tell you everything, right? Firstly, open the mouth, right? Put inside, chewing. 1, 2, 3, go. ഇതിനുശേഷം ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്തത് വിയറ്റ്നാമീസ് സ്പെഷ്യൽ വൈനായിരുന്നു. അപ്പോൾ വിയറ്റ്നാമിൽ വൈൻ കുടിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അവർ ചിയേഴ്സ് പറയുന്നത് തന്നെ വേറൊരു ടൈപ്പാണെന്നാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. വൈനൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തന്നെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ കഴിച്ചു. അപ്പോൾ നമ്മൾ എഗ്ഗാണ് കൂടുതൽ സ്പ്രിംഗ് റോളിൽ ആഡ് ചെയ്തത്. സാധനം ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ രണ്ട് ടൈപ്പും ടേസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രൈഡ് ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത് റോനെക്കാട്ടും. രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല ഫുഡാണ്, എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് നികിത സുബ്രനോട് ചോദിക്കാം. നികിത സുബ്രൻ, ഈ പ്ലേറ്റ് ഒക്കെ തീർത്തത് നീയാണ്. ഇവിടെ നിന്ന് മുട്ട കട്ടുകൊണ്ടിരിക്കുന്നു, പറയൂ. ഇവിടുത്തെ ഫുഡിനെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് മിസ് ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് കുക്കിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഇത് പഠിച്ചത്. നാട്ടിൽ പോയാൽ അവിടെ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡിന്നർ അവർ സെർവ് ചെയ്തു. ഇവിടെ ഞങ്ങൾ വിയറ്റ്നാമിൽ പൊതുവെ നേരത്തെയാണ് ഇവരെല്ലാ ഫുഡും സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിന്നറും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇവരുടെ പ്രസൻറ്റേഷൻ. സീ ഫുഡ് ആയാലും അത് അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡും നമ്മളുടെ നാട്ടിലത്തെ നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അല്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എല്ലാത്തിൻ്റെയും ആ റോ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു മ്യൂസിക്കൽ നൈറ്റ് ആയിരുന്നു. അങ്ങനെ അതും അടിപൊളിയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മ്യൂസിക് നൈറ്റ് ഇൻ ക്രൂയിസ്. സോ ദാറ്റ്സ് ഓൾ. ടാറ്റാ, ബൈ ബൈ.